അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിഷു ബമ്പർ ആർക്കാ അടിച്ചത് ഇനിയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പാലക്കാട് നിന്ന് വിറ്റ ടിക്കറ്റാണെന്ന് മനസ്സിലായി. കോർട്ട് റോഡിലെ PS വർഷ ലോട്ടറി ഏജൻസിയിൽ നിന്നെടുത്ത ടിക്കറ്റിനായിരുന്നു ഒന്നാം സമ്മാനമായ 12 കോടി അടിച്ചത്. എന്നാൽ ടിക്കറ്റ് ജേതാവ് ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ലെന്ന് വർഷ ലോട്ടറി ഏജൻസി ഉടമ പ്രഭാകരൻ പറഞ്ഞു. ചിറ്റൂർ സ്വദേശിയാണ് ലോട്ടറി വാങ്ങിയതെന്നാണ് സൂചന. ഭാഗ്യശാലി ആരെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് നാട്. ചിറ്റൂരൊക്കെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ട്. ഇവരാരെങ്കിലും ആണോ? ഇക്ബാൽ ഇറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, വെരി ഗുഡ് മോർണിംഗ് ഇക്ബാൽ. ചിറ്റൂരുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ആണോ അടിച്ചിട്ടുണ്ടാവുക? ചിറ്റൂരാരൊക്കെ ഇതിലൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചിരുന്നോ ഇക്ബാൽ? അരുൺ, ആരും തന്നെ നിലവിൽ ഇതുവരെയും ആരാണ് ഭാഗ്യശാലി എന്ന് അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ഈ വിഷു ബമ്പറിൻ്റെ ഒന്നാം സമ്മാനം വിറ്റുപോയിട്ടുള്ള PS വർഷ ഏജൻസി, നമ്മുടെ കോട്ട് റോഡിലുള്ള കടയാണ്. 12 വർഷമായി ഈ ലോട്ടറി കട ഇവിടെ പ്രവർത്തിക്കുന്നു. ഇതാദ്യമായാണ് ഇത്തരത്തിൽ ഒരു ബമ്പർ സമ്മാനം ഈ കടയിലേക്ക് എത്തുന്നത്. അവിടെ എത്തുന്ന ആളുകൾക്കും എല്ലാം കാണുന്ന രീതിയിലേക്ക് ഈ 12 കോടി അടിച്ച വിവരം ഇവിടെ ഈ കടയുടെ ഉടമയായിട്ടുള്ള പ്രഭാകരൻ ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇന്ന് നറുക്കെടുപ്പ് നടക്കുന്ന എല്ലാ ടിക്കറ്റുകളും ഈ കടയിൽ നിന്ന് വിറ്റുപോയി. എല്ലാവരും ഈ കടയിലെ പ്രഭാകരനെ തേടി വരുന്നത് ആരാണ് ആ ഭാഗ്യശാലി എന്നറിയാൻ വേണ്ടിയാണ്. പ്രഭാകരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചെന്നൈ സ്വദേശിയാണ്. കഴിഞ്ഞ 15 വർഷമായി അദ്ദേഹം പാലക്കാടുണ്ട്. 12 വർഷമായി ഈ കട പ്രഭാകരൻ കോട്ട് റോഡിൽ ആരംഭിച്ചിട്ട് ഈ കടയിൽ നിന്നും വിറ്റുപോയിട്ടുള്ള VD 4266 എന്ന് പറയുന്ന ടിക്കറ്റിനാണ് ഇപ്പോൾ 12 കോടി രൂപയുടെ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. പക്ഷേ ആരാണ് ആ ഭാഗ്യശാലി, എവിടേക്കാണ് ആ ടിക്കറ്റ് പോയിട്ടുള്ളതെന്ന് ഇതുവരെയും കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. പ്രഭാകരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഭാഗ്യശാലി ബന്ധപ്പെട്ടു? பாகிஸ்தான் இன்னும் தெரியல சார், யாருன்னு தெரியல. மேக்ஸிமம் பாலக்காடு இந்த நம்ம சுற்று வட்டாரம் தான் இருக்கும். யாருன்னு இது வரைக்கும் நம்மளுக்கு இன்னும் நியூஸ் இன்னும் வரல, கஸ்டமர் இன்னும் சொல்லலை. வந்து சொன்னாங்கன்னா நம்ம இன்ஃபர்மேஷன் கிடைக்கும். அவங்க ஸ்ட்ரெயிட்டாக திருவனந்தபுரத்து போய் டெபாசிட் பண்ணுறாங்களா, பேங்க்கில் பண்ணுறாங்களான்னு தெரியாது. ചിറ്റൂർ സ്വദേശി അല്ലെങ്കിൽ ചിറ്റൂരിലേക്ക് ടിക്കറ്റ് വിറ്റുപോയി എന്നൊക്കെ ഒരു റൂമർ ഉണ്ട്. അത് ശരിയാണോ? എന്താണ് അതിൻ്റെ കഥ? அங்கே கஸ்டமர் வந்து அங்கே வந்து வராங்க. நம்மளுக்கு பாலக்காடு இந்த மகாராஜா டேஸ்ட் இந்த துணி கடை அங்கெல்லாம் இருக்குது இல்லையா, வரும்போது எல்லாருமே எடுத்துன்னு போகிறாங்க. தமிழ்நாடு கஸ்டமரும் வந்து எடுத்துன்னு போகிறாங்க. கோயில் டெம்பிளுக்கு வரும்போது எடுத்துன்னு போகிறாங்க. பட் ஆனால் யாருக்குன்றது எனக்கு இது வரைக்கும் இன்ஃபர்மேஷன் யாரும் கொடுக்கல. எல்லாருக்குமே வந்து முன்ன பின்ன நம்பர் வந்து எல்லாருக்கும் மிஸ் ஆகி. എത്ര ദിവസം മുമ്പ് വിറ്റുപോയ ടിക്കറ്റ്? இது வந்து ஒரு 30 நாளைக்கு முன்னாடி உள்ள ஸ்டார்டிங்கில் வந்த நம்பர் இது. ഒരു മാസം മുമ്പ് വിറ്റുപോയ ടിക്കറ്റ്? ஆமாம், பாலக்காடு ட்ரெஷரியில் வந்து நாங்கள் 1 மந்த்துக்கு முன்னாடி எடுத்தது. DKS ஏஜென்சியில் இருந்து நாங்கள் எடுத்தது. அது காலிக்கட்லேருந்து எடுத்தது. அவங்க கொண்டு வந்து நம்மளுக்கு வந்து சப்ளை பண்ணுறாங்க. அங்கேருந்து எடுத்த டிக்கெட் அது. ഭാഗ്യശാലി ആരാണെന്ന് വെച്ചാൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടാവും അല്ലേ? ஆமாம், எல்லாருமே கேட்குறாங்க. யாருன்னு தெரியல. தெரிஞ்சுருந்தால் நம்ம சொல்லுவோம் கன்ஃபார்மாக. அது எனக்கு தெரியல இன்னும். ഓക്കെ. പ്രഭാകരൻ്റെ മറുപടി എന്ന് പറയുന്നത് ഭാഗ്യശാലി ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല. ഒരു മാസം മുമ്പ് വിറ്റുപോയ ടിക്കറ്റാണ്. ചിറ്റൂരിലേക്കും തമിഴ്നാട്ടിലേക്കും എല്ലാം ഈ കടയിലേക്ക് വന്ന് ടിക്കറ്റ് എടുത്ത് പോകുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതുവരെയും അത് ആരാണ് ഈ VD 204266 എന്ന് പറയുന്ന 12 കോടി രൂപ നേടിയെടുത്തുള്ള ആ ടിക്കറ്റ് ആരാണ് വാങ്ങിയെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഏതായാലും ആ ഭാഗ്യശാലിയെ അന്വേഷിച്ചുകൊണ്ടുള്ള കാത്തിരിപ്പിലാണ് പ്രഭാകരനും ഉള്ളത്. ചിറ്റൂരിലേക്ക് വിറ്റുപോയെന്നുള്ള വിവരങ്ങളുണ്ട്, സൂചനകളുണ്ട്. പക്ഷേ ഇതുവരെയും അത്തരത്തിൽ ആരും തന്നെ ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രഭാകരൻ പറയുന്നത്. പ്രഭാകരനെയും ഒരുപാട് പേർ ബന്ധപ്പെടുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള യശ്വന്ത് നടത്തുന്ന DKS ഏജൻസിയാണ് പാലക്കാട് ട്രഷറിയിലേക്ക് എത്തി ഈ ടിക്കറ്റ് വാങ്ങിയിട്ടുള്ളത്. ആ യശ്വന്തിൽ നിന്നും സബ് ഏജന്റ് എന്ന രീതിയിലാണ് പ്രഭാകരൻ ഈ PS വർഷ ഏജൻസിയിലേക്ക് ഈ ടിക്കറ്റ് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് വിൽപ്പന നടത്തിയിട്ടുള്ളത്. ഏതായാലും യശ്വന്ത് കോഴിക്കോടിൽ നിന്നും ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഈ PS വർഷ ഏജൻസിയിലേക്ക് വരും. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഇന്ന് ട്രഷറിയിലേക്ക് പോയി ഇവരുടെ കയ്യിലുള്ള ഡീറ്റെയിലുകൾ ഷെയർ ചെയ്യുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ഭാഗ്യവാൻ ആര് ആണെന്നുള്ള ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ പൂജ ബമ്പർ അടിച്ചതും പാലക്കാടായിരുന്നു. പക്ഷേ ഇതുവരെയും പൂജ ഭാഗ്യവാൻ ആരാണ് എന്നുള്ളതിരിക്കട്ടെ, സ്വസ്ഥതയോടുകൂടി ഇരിക്കട്ടെ. ആ ഭാഗ്യവാൻ ഇത് എവിടെ നിന്നെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കുറച്ച് നേരത്തേക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നതാണ് താങ്കളുടെ ജീവിതത്തിന് നല്ലത്. ഞാനൊരു രഹസ്യം പറഞ്ഞതേ ഉള്ളൂ. കാരണം ലോട്ടറി അടിച്ച പല ആളുകളുടെയും അവസ്ഥ കുറച്ച് ദിവസം നമ്മൾ കണ്ടതാണ്. നിങ്ങളുടെ വീട്ടിൽ പിന്നെ നിങ്ങൾക്ക് നിൽക്കാൻ സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യം കുറച്ച് രഹസ്യമായിട്ടൊക്കെ ഏർപ്പാട് ആക്കുന്നതായിരിക്കും നല്ലത്. പൊതുവായിട്ട് ചായ ഇട്ട് കുടിച്ചിരിക്കുന്ന ആൾ കട്ടൻ ചായ ഒക്കെ ഇട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ ആലോചിച്ചോ, ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കുറച്ചുകൂടി ദാരിദ്ര്യമുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ചില മനുഷ്യരുണ്ടല്ലോ നമ്മുടെ ചുറ്റും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആർക്കാണ് ആ ലോട്ടറി അടിച്ചത് എന്നുള്ളത് നമുക്ക് ഇതുവരെയും വ്യക്തമായിട്ടില്ല. പാലക്കാട് നിന്ന് വിറ്റുപോയ ടിക്കറ്റാണ്. തമിഴ്നാട്ടിലോട്ട് പോയോ ചിറ്റൂരോട്ട് പോയോ കാത്തിരുന്ന് കാണാം.